ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാം പോയില്ല. ഞങ്ങൾക്ക് ആരുമില്ല. ഒന്ന് കൊല്ലും അയാള്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്ക. ഇനിയും അയാളെ സംരക്ഷിച്ച് വെക്കണ്ട, കൊന്നാൽ മതി അച്ഛാ. ഇനിയും അയാള് കൊല്ലും 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 തന്നെയാ പറയണത്. പിന്നെയും അയാളിനെ എന്തിനാ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അയാളെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നണില്ല ഇനി അയാൾക്ക് തൂക്കുകയർ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെയും അയാളിനെ ഇറക്കി പിന്നെയും 4 കൊല്ലം കഴിയുമ്പോ പിന്നെയും അയാൾ ആരെങ്കിലും ഇങ്ങനെ കൊന്നോണ്ടേയിരിക്കും. അറസ്റ്റിലായതിന്റെ സമാധാനം ഇപ്പൊ ഇങ്ങോട്ട് വരില്ല എന്നൊരു സമാധാനം. ഇത്രയും നേരം ഇങ്ങോട്ടൊന്നും വരൂ, എന്നെയും കൊല്ലു, ചേച്ചിനെയും കൊല്ലു എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പക്ഷെ ഇനിയും വരാല്ലോ. ഇനിയും 4 കൊല്ലം കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അയാൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ഇനിയും വന്ന് ഞങ്ങൾ എവിടെയെന്ന് നിരീക്ഷിച്ച് പിന്നെ അയാൾക്ക് ഇങ്ങനെ ചെയ്യാലോ. ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓക്കെ അല്ല, ഇനിയും വരും എന്നൊരു പ്രതീക്ഷയാണ് അയാൾക്ക്. അവിടെ നിയമത്തിന്റെ ഒക്കെ എല്ലാം പോയി. ഇനി അയാളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും ഇരിക്കുന്ന കൊടുത്ത ഒരാണ്ട് അയാളെ തല്ലയോ നോക്ക അവളെ കടക്കണോ. ഒരാണ്ടെങ്കിലും ആരെങ്കിലും തല്ലിയ അവനെ ഫോട്ടോ എടുത്ത് പ്രൊട്ടക്ട് ചെയ്യല്ലേ എപ്പോഴും ചെയ്യുന്നത്. പയ്യനെയും നെന്മാറയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ്റെ മക്കളുടെ ചങ്ക് തകർന്നുള്ള കരച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരോട് എന്ത് സമാധാനമാണ് നമ്മൾ പറയേണ്ടത്? ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം അച്ഛനെയും മുത്തശ്ശിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കുട്ടികൾ പറയുന്നതിൽ ന്യായമില്ലേ? ഒരടി പോലും അവന് കൊടുക്കാതെ നാട്ടുകാരിൽ നിന്ന് സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോയിട്ട് അവന് ഇഷ്ട ഭക്ഷണം വിളമ്പി പോലീസ് സ്റ്റേഷനിൽ. ആ മക്കളുടെ ഹൃദയവേദന എത്രമാത്രം ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവനെ പേടിച്ചിട്ട് ആ മകള് മാറി നിന്നതുകൊണ്ട് അതിൻ്റെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ആ കുട്ടി കൂടി മരിക്കേണ്ടതായിരുന്നു. 2 പെൺമക്കളുടെ ഒരുത്തിയുടെ വിവാഹം കഴിഞ്ഞ് ഇനി ഒരു കുട്ടി കൂടി ബാക്കിയുണ്ട്. അച്ഛനും അമ്മയും ആരും ഇല്ലാതെയായി, അനാഥയായിപ്പോയി ആ പെൺകുട്ടി. അതുങ്ങൾ വല്ലതും കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ ആരുമില്ല. കൊലപാതകിയായിട്ടുള്ള അവന് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ വിളമ്പാൻ നമ്മുടെ നിയമത്തിൽ സംവിധാനമുണ്ട്. പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനത്തിലെ പോരായ്മയാണിത്. പ്രതിക്ക് മാനുഷിക പരിഗണന, നിയമസംരക്ഷണം, നിയമപരിരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടത്ര സംരക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെ ലഭിക്കും. എന്നാൽ ഈ ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടികൾ 2 ദിവസമായിട്ട് ഊണില്ല ഉറക്കമില്ലാതെ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ് അല്ലേ. കൊലപാതകിക്കോ സുഖമായിട്ടുള്ള ഭക്ഷണം, സുഖമായിട്ടുള്ള ഉറക്കം, സമാധാനം, സന്തോഷം. അവന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടികൾ പറഞ്ഞത് ശരിയല്ലേ? ഒരു കൊലപാതകം ചെയ്ത് 4 വർഷം കഴിഞ്ഞ് അവനെ പുറത്തിറക്കി വിട്ടു. എന്നിട്ട് അവനാൽ പല തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടു. അവരെ പരാതിപ്പെട്ടു. അവനെ ഭയന്നിട്ട് നടക്കാൻ വയ്യെന്ന് നാട്ടുകാരും ആ കുട്ടികളും പരാതിപ്പെട്ടു. എന്നിട്ടും അവനെ എന്തെങ്കിലും ചെയ്യാനോ അവനെ ആ പ്രദേശത്തു നിന്ന് മാറ്റാനോ ഒരു പോലീസുകാരനോ നമ്മുടെ നിയമ സംവിധാനങ്ങളോ മുന്നിട്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ് 2 കൊലപാതകങ്ങൾ കൂടി ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. ഈ പരാതി കൊടുത്ത തക്ക സമയത്ത് ഇവർ ഇത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ട് ഇയാൾ പലരോടും പറഞ്ഞിരുന്നു, എൻ്റെ ലിസ്റ്റിൽ ഇനിയും കുറേ പേരുണ്ട്, ഞാൻ അവരെ കൂടി കൊല്ലും. കാരണം ഒരാളെ കൊന്നാലും 10 പേരെ കൊന്നാലും ഒരേ ജയിൽ തന്നെയല്ലേന്ന് എത്രയോ തവണ ഒരുപാട് പേരോട് ഇവൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇവൻ കൊലപാതകം ചെയ്യാനായിട്ട് നടക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവനെ അവിടുന്ന് മാറ്റേണ്ട ഉത്തരവാദിത്വം പോലീസുകാർക്കും നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അതൊന്നും നടന്നില്ല. നമുക്കറിയാം, പല ആളുകളെയും നാട്ടിലെ ആൾക്കാരെ അടിച്ചു കൊന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നിരപരാധികളായിട്ട് പല ആളുകളെയും അടിച്ചു കൊന്നത്. അന്നൊന്നും ഇല്ലാത്തൊരു സംരക്ഷണം ഈ പ്രതിക്ക് അവർ പോലീസ് നൽകിയെന്നുള്ളതാണ്. കാരണം നാട്ടുകാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ അടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് ഇയാൾ വേറൊരു സ്ഥലത്തുണ്ട്, അവിടെ അയാളെ കണ്ടു എന്ന് പറഞ്ഞ് നാട്ടുകാരെ എല്ലാവരെയും അവിടുന്ന് മാറ്റിയിട്ട് ഈ പ്രതിയെ അയാളുടെ റൂമിൽ തന്നെ ഇട്ട് അടച്ച് നാട്ടുകാരെല്ലാവരും ഒഴിഞ്ഞു പോകുന്നവരെ കാത്തിരുന്ന് പോലീസ് ജീപ്പിൽ സംരക്ഷിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി പറഞ്ഞു, ഒരു അടിയെങ്കിലും കൊടുത്തോ അവന്, ഇത്രയും ചെയ്ത് അവനെന്ന് വെക്കുന്നത്. അത് സത്യല്ലേ? നിരപരാധികളായിട്ടുള്ള എത്ര പേരെയാണ് പോലീസ് കൊണ്ടുപോയിട്ട് തല്ലുന്നത്? ഒന്ന് ആലോചിച്ചു. എത്ര കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത അവനെ മാത്രം ആരും ഒന്നും ചെയ്യുന്നില്ല. ഒരു ചെറു വിരൽ കൊണ്ടുപോലും നോവിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ നിയമത്തിന്റെ പോരായ്മകളാണ്. കാരണം നിയമത്തിൽ ഇതൊക്കെ പറഞ്ഞിരിക്കണം, പ്രതിയെ തല്ലരുത്,
കോടതി ഹാജരാക്കുമ്പോൾ പോലീസുകാർ തല്ലിയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അല്ല, പോലീസുകാരൻ്റെ ജോലി പോകും തല്ലിയിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവനെ എത്ര മാന്യമായിട്ട് സ്വീകരിച്ച് സംരക്ഷിക്കാമോ അതാണ് പോലീസുകാർ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. അവൻ കൊലപാതകയാണോ എന്നൊന്നുമില്ല. ഇനി ആ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 4-5 വർഷം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും. ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ അവൻ ഇറങ്ങും ജാമ്യത്തിൽ. ബാക്കിയുള്ള അവൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള കുറേ അധികം ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവും കുറേ അധികം ആളുകളൊക്കെ അവൻ്റെ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെയും കൂടിയൊക്കെ അവൻ കൊല്ലും, വീണ്ടും ജയിലിൽ പോയി കിടക്കും. എന്താ സുഖ ജീവിതം, ഒരു പണിയെടുക്കണ്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ പോയി കൊന്നു കഴിഞ്ഞ് പിടികൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജയിലിൽ പോയിട്ട് മഴയും കൊള്ളണ്ട, കാറ്റും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട, ഒന്നുമില്ല, സുഖമായിട്ട് സെല്ലിൽ കിടന്നുറങ്ങാം. അവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്യാം, അതിന് തുച്ഛമായിട്ടുള്ളെങ്കിലും ഒരു വേതനം കിട്ടും. അതും വാങ്ങി സുഖമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, ചപ്പാത്തി, ചിക്കന്, ബിരിയാണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് പോലും ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കെ ജയിലിൽ പോയി കിടന്ന ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ്. അപ്പോൾ ഇയാളൊരു ഭക്ഷണപ്രിയനാണ് എന്നാണ് പറയുന്നത്. ഈ ഭക്ഷണപ്രിയനായ മനുഷ്യനെ ഇഷ്ടം പോലെ അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചിക്കനും മീനും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ് ജയിലിൽ. സുഖമായിട്ടുള്ള ജീവിതം, ആരും ശല്യപ്പെടുത്താനില്ല, സ്വസ്ഥമായിട്ട് ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞ് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തി അടുത്ത കൊലപാതകത്തിലുള്ള തയ്യാറെടുപ്പായിട്ട് അവൻ വരും. എന്നിട്ട് ഈ കുട്ടികളിൽ ആരെങ്കിലും അവൻ കൊല്ലും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭർത്താവിനെ കൊല്ലും, അല്ലെങ്കിൽ ഇനിയും അവൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള വേറെ ആൾക്കാരെ ആരെങ്കിലുമൊക്കെ കൊല്ലും. വീണ്ടും ഇതുപോലെ ഓടിച്ചിട്ട് ആളുകൾ പിടിക്കും, പിന്നെയും കൊണ്ട് ജയിലിലിടും. ഇത് തന്നെയല്ലേ നടക്കാൻ പോണേ. അല്ലാതെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇവന് വധശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം റെയറസ്റ്റ് കേസൊന്നും അല്ലല്ലോ. നമ്മുടെ നിയമത്തിൽ അങ്ങനെയാണല്ലോ, അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ വധശിക്ഷ ഉള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമല്ല. ഒരാളെ കൊന്നാലും 10 പേരെ കൊന്നാലും ജയിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് അവധി എടുത്ത് വരൂലേ, ഗൾഫിൽ നിന്നൊക്കെ ലീവ് എടുത്ത് വരൂലേ ആൾക്കാർ, അതുപോലെ ജാമ്യം കിട്ടി നാടൊക്കെ ഒന്ന് സന്ദർശിച്ച് അടുത്ത ആളുകളെ കൊന്ന് സമാധാനവും സന്തോഷമായിട്ട് അവൻ തിരിച്ചു പോകും. അവൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ തന്നെ കൊലപാതകമാണ്. അപ്പോൾ അവൻ്റെ ഹോബി നടത്തിയിട്ട് അവൻ തിരിച്ചു പോകും. അതിനുള്ള ചെല്ലും ചെലവും ഒക്കെ നമ്മളുടെ നികുതി പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു. അതായത് അവൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ട് അവനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റി നല്ല ഇതാക്കി വളർത്തുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ആ കുട്ടികൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആ കുട്ടികളുടെ ചങ്ക് തകർന്നുള്ള കരച്ചിൽ ആര് കേൾക്കാനാണ്? ആരും കേൾക്കാനില്ല.